അസ്സലാമു അലൈക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇന്ന് സ്വപ്ന വ്യാഖ്യാനത്തെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാവർക്കും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി സംഭവിക്കണമെന്നില്ല. ചില ആളുകൾക്കത് യാഥാർത്ഥ്യമാകും. വേറെ പല രീതിയിലായിരിക്കും നമ്മൾ കാണുന്നത്. നല്ല രീതിയിൽ കാണുന്ന സ്വപ്നങ്ങൾക്ക് വ്യാഖ്യാനം നെഗറ്റീവായിരിക്കും. നെഗറ്റീവായിട്ട് കാണുന്ന സ്വപ്നങ്ങൾക്ക് നല്ല കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിലൂടെ സംഭവിക്കുന്നത്. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ അതായത് പറുത ധരിക്കുന്നതായിട്ട് നമ്മൾ സ്വപ്നം കാണുകയാണെങ്കിൽ, സ്ത്രീകൾ ധരിക്കുന്ന പറുതയെ സ്വപ്നം കാണുന്നത് അത് ഭർത്താവിലുള്ള നല്ലതോ ചീത്തയോ ആയ കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് ഹദീസിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്ത്രീകൾ പർദ്ദ ധരിച്ചിരിക്കുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നത്. അത് വെള്ള പർദ്ദയാണെങ്കിൽ, വെള്ളയും കറുപ്പും ഉണ്ടല്ലോ, നമ്മളിപ്പോൾ സ്വപ്നം കാണുമ്പോൾ വെള്ള പർദ്ദയാണ് നമ്മൾ ധരിച്ചിരുന്നതായിട്ടാണ് നമ്മൾ സ്വപ്നം കാണുന്നതെങ്കിൽ, താൻ വെളുത്ത പർദ്ദ ധരിച്ചിരുന്നതായി ഒരു സ്ത്രീ സ്വപ്നം കണ്ടാൽ സ്വപ്നക്കാരിയുടെ ഭർത്താവിന്, അതായത് സ്വപ്നം കണ്ട ആളിന്റെ ഭർത്താവിന് അവളോട് സ്നേഹം കൂടുകയും പ്രിയം കൂടുകയും ചെയ്യും. നല്ലവണ്ണം സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുകയും ചെയ്യും എന്ന് ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് ഇൻഷാ അല്ലാഹ് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള പർദ്ദ ധരിച്ചാലും ഇത് തന്നെയാണ് അർത്ഥം. നമ്മൾ ഇതുപോലെ തന്നെ, അതായത് വെള്ള പർദ്ദയ്ക്ക് പകരം നല്ല ഭംഗിയുള്ള രീതിയിൽ പർദ്ദ ധരിച്ച് നന്നായിട്ടിരിക്കുന്നതാണ് സ്വപ്നം കാണുകയാണെങ്കിൽ അതുപോലെ തന്നെയാണ് അതിന്റെ സെയിം അർത്ഥം വരുന്നത്. പർദ്ദ തീരെ ഭംഗിയില്ലാത്ത, അഴുക്ക് പിടിച്ച് ഇരുണ്ടതായാണ് കണ്ടതെങ്കിൽ അവളുടെ ദാമ്പത്യം തകരാൻ ഇടയുണ്ട് എന്നാണ് അതിന് അർത്ഥം വരുന്നത്. അങ്ങനെ പല പല വ്യാഖ്യാനങ്ങളും അർത്ഥങ്ങളുമാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നല്ല രീതിയിൽ സ്വപ്നം കാണുവാനും അത് ജീവിതത്തിൽ നടന്നു കിട്ടുവാനും റബ്ബ് കരുണ ചെയ്യുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.